ഹലോ മക്കളെ, ഇന്ന് നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്നൊരു ചോദ്യമായാലോ. 2024 JEE മെയിൻസിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. KMnO4ഉം ഓക്സാലിക് ആസിഡും തമ്മിലുള്ള റിഡോക്സ് റിയാക്ഷനിൽ KMnO4ൻ്റെ മൊളാരിറ്റി അൺനോൺ ആണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ആ റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. സോ MnO4 മൈനസ് മാംഗനേറ്റ്, പെർമാംഗനേറ്റ് അയോൺ ആണ്, പ്ലസ് C2O4 2 മൈനസ് gives Mn2 പ്ലസ് 2CO2. ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസുകളുടെ എണ്ണം നോക്കിക്കേ. മാംഗനീസിൻ്റെ കേസിൽ പെർമാംഗനേറ്റ് അയോണിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ദെൻ ഓക്സലേറ്റിൽ നമ്മുടെ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പോൾ +7 നിന്നും +2 ചേഞ്ച് വന്നു. അതായത് നമ്മുടെ ഇവിടെ വാലൻസി ഫാക്ടർ അല്ലെങ്കിൽ N ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ദെൻ കാർബണിൻ്റെ കേസിൽ +3 നിന്നും +4 ഇലക്ട്രോൺ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ചാർജ് ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. 2 കാർബൺ ആറ്റം വരുമ്പോൾ നമുക്ക് വാലൻസി ഫാക്ടർ എത്ര കൊടുക്കാം? വാലൻസി ഫാക്ടർ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിഡോക്സ് ടൈട്രേഷനിൽ നമുക്കറിയാം ദ ഇക്വലൻസ് ഓഫ് KMnO4 is equal to equivalent of oxalic acid. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മില്ലി ഇക്വലൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു N ഫാക്ടർ. അപ്പോൾ ഇവിടെ മൊളാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ ആണ്, വോളിയം എന്ന് പറയുന്നത് KMnO4ൻ്റെ 2 ml ആണ്, N ഫാക്ടർ 5 ആണ്. ഇനി ഓക്സാലിക് ആസിഡിൻ്റെ മൊളാരിറ്റി എത്രയാണ്? 2 മോളാർ എന്ന ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ വോളിയം 20 ml ആണ്, N ഫാക്ടർ 2 ആണ്. സോ നമുക്ക് അൺനോൺ ആയിട്ടുള്ള KMnO4ൻ്റെ മൊളാരിറ്റി എത്രയാണെന്ന് നോക്കാം. KMnO4ൻ്റെ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 2 × 20 × 2 ഡിവൈഡഡ് ബൈ 2 × 5. ഓക്കെ, 4 2. ഓക്കെ 1. സോ 4 × 2 എത്ര വരും? 8m. അപ്പോൾ ഇവിടെ KMnO4ൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. അൺനോൺ മൊളാരിറ്റി എത്രയാണ് നമുക്ക് കിട്ടി? ദാറ്റ് ഈസ് 8 മോളാർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, താങ്ക് യു.